ഒരമ്മയാവുന്നതിലൂടെ എന്തൊക്കെ ചേഞ്ചസാല്ലേ നമ്മൾ സ്ത്രീകളുടെ ലൈഫിലുണ്ടാകുന്നത്. അതുവരെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പല കഴിവുകളും പുറത്ത് ചാടുന്ന കാണാം. ഇതൊക്കെ ഒരു കുഞ്ഞിൻ്റെ വരവോടുകൂടി സംഭവിക്കുന്നതാണ്. അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരു ലോകത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുന്നു, പിന്നെ വീട്ടിൽ അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരവസ്ഥ. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകുന്നു എന്ന് ജസ്റ്റ് എങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടെ അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, അതുപോലെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഹാൻഡിൽ ചെയ്യുന്നവരാണ് നമ്മൾ അമ്മമാർ. ഇതൊന്നും കാണാതെ ഈ അമ്മമാരെ കുറ്റപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പറയാനാണെങ്കിൽ ഒരു 100 കുറ്റങ്ങളുണ്ടാവും. നിൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, നീ അവന് ശരിക്കും ആഹാരം കൊടുക്കാറില്ലേ, കുഞ്ഞ് കറുത്തു പോയല്ലോ, കുഞ്ഞിൻ്റെ വയറെന്താ ഒട്ടിയിരിക്കുന്നത്, അങ്ങനെ 100 കുറ്റങ്ങൾ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണാറില്ല. ഇത് നമ്മൾ അമ്മമാരിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അമ്മയും കുഞ്ഞും മാത്രമുള്ള ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് ഉറപ്പായിട്ടും വിഷമം വരും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അമ്മമാർ ഇതൊന്നും കേട്ട് തളരുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട. കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ജനന സമയം മുതൽ ഈ ഒരു നിമിഷം വരെ നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടു കൂടിയും ജീവനോടു കൂടിയും നമുക്ക് സംരക്ഷിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലേഡി. കാരണം ഈ നമ്മുടെ വിഷമഘട്ടത്തിൽ ഈ കുറ്റം പറഞ്ഞവരൊന്നും നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനോ വന്നവരല്ല. അവർ ഒരു സമയത്ത് വന്നിട്ട് നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരാണ്. അവരുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തു. ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം എത്തിയതെന്ന്. അപ്പോൾ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, നമ്മൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക, നമ്മൾ തന്നെയാണ് അവരെക്കാളും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും.